ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ കൺസീലർ ഫ്ലഷ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലോർ ലെവൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് തെറ്റിപ്പോയതുകൊണ്ട്, അതായത് നമ്മുടെ കൺസീലർ ഫ്ലഷിൻ്റെ അളവ് കംപ്ലീറ്റ് തെറ്റിപ്പറ്റി, അതായത് തെറ്റി മാറിപ്പോയതാണ്. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലോർ ലെവൽ കണ്ടോ, അതാണ് റൂമിൻ്റെ ഫ്ലോർ ലെവൽ. റൂമിൻ്റെ ഫ്ലോർ ലെവലായിരിക്കണം നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത് കണ്ടോ. അത് ആദ്യമേ തന്നെ സ്പിരിറ്റ് ലെവലിൽ മാർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 14 ഇഞ്ച് ഹൈറ്റ് മുകളിലേക്ക് നമ്മുടെ ബോൾട്ടിൻ്റെ, അതായത് ക്ലോസറ്റ് ഉറപ്പിക്കുന്ന ബോൾട്ടിൻ്റെ ലെവലാണ് ഏത് ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് ലെവൽ കിട്ടേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിൽ കരയേണ്ടത്. ഫ്ലോർ ലെവലിൽ നിന്നും ഫിനിഷിംഗ് ലെവലിൽ നിന്നും ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വരേണ്ടത് 14 ഇഞ്ചാണ് ഏറ്റവും ടോപ്പിൽ വരേണ്ടത്. അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ബോൾട്ട് വരേണ്ടത് 14 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഫിനിഷിങ് കഴിയുന്ന സമയത്ത് നമുക്ക് ബാത്റൂമിൻ്റെ ടോപ്പ്, അതായത് സീറ്റ് കവർ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഒരു 16 ഇഞ്ചിനും 18 ഇഞ്ചിനും ഇടയ്ക്ക് നമുക്ക് കിട്ടും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വരുന്നത്. ഇത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ പൊളിക്കേണ്ട വന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ റൂമാണ്. റൂമിൻ്റെ ഫ്ലോർ ലെവലായിരിക്കണം അതിൻ്റെ ലെവൽ. അതായത് റൂമിൻ്റെ കാണുന്ന ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റിൻ്റെ ലെവലായിരിക്കണം നമ്മുടെ ഫ്ലോർ ലെവൽ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ബെൽറ്റ് വരുന്നത് ബെൽറ്റിൽ നിന്നും വീണ്ടും 2 ഇഞ്ച് പൊക്കിയിട്ടാണ് നമ്മുടെ ടൈൽ വിരിക്കുന്നത്, റൂമിൻ്റെ അകത്ത് വിരിക്കുന്നത്. അപ്പോൾ ബെൽറ്റിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് പൊക്കിയിട്ട് നമ്മുടെ ടൈൽ വിരിക്കുമ്പോൾ ബെൽറ്റിൻ്റെ ലെവൽ, അതായത് 2 ഇഞ്ച് നമ്മുടെ ബാത്റൂം താഴ്ന്നു കിടക്കണം, 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് താഴ്ന്നു കിടക്കണം റൂമിൽ നിന്നും. അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലായിട്ട് വരേണ്ടത്. അതാണ് കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം റൂമിൻ്റെ അടുത്തേക്ക് വരുന്ന ബെൽറ്റ് ഉണ്ടാവും. റൂമും നമ്മുടെ ബാത്റൂമും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന മൊത്തം ബെൽറ്റ് വരുന്നുണ്ടാവും. വീട് മൊത്തം ചെയ്തിരിക്കുന്ന ബെൽറ്റ് ഉണ്ടാവും. അത് സ്പിരിറ്റ് ലെവലിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ലെവലിൽ നിന്നും ആ ലെവൽ കറക്റ്റായിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഈ ബെൽറ്റിൻ്റെ ലെവൽ ഈ പറയുന്ന ബാത്റൂമിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിംഗ് ലെവൽ കിട്ടും. അതിൽ നിന്നും ആയിരിക്കണം നമ്മുടെ ഓരോ മെഷർമെൻറ്റും വെക്കേണ്ടത്. അതിൽ നിന്നും നമ്മൾ 14 ഇഞ്ച് ബോൾട്ടാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. അവിടെ ചോക്കിന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് വരുന്നത്. അതായത് ബെൽറ്റിൻ്റെ ലെവലാണ് ഈ പറയുന്ന ഫിനിഷിംഗ് ലെവൽ. അതിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ബോൾട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഫ്രെയിം അതിനനുസരിച്ച് ഡ്രില്ല് ചെയ്ത് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ അതിൽ ലെവൽ ചെയ്യുക. അതുപോലെ തന്നെ വാഷ് ബേസിനാണെങ്കിൽ ആ ലെവലിൽ നിന്നായിരിക്കണം കൊടുക്കേണ്ടത്. അതെല്ലാ മെഷർമെൻറ്റും നമ്മുടെ ഈ ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ മെഷർമെൻറ്റും തെറ്റി അവസാനം പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബാത്റൂമിൻ്റെ ലെവൽ എങ്ങനെ ചെയ്യാമെന്നും അത് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അല്ല, ഒരു കാര്യം പറയാൻ മറന്നുപോയി, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫ്ലോർ ലെവൽ വ്യത്യാസം വന്ന് നമ്മൾ ബാത്റൂം പറയുന്ന ക്ലോസറ്റ് കാര്യങ്ങൾ ഉറപ്പിച്ചാൽ ഒന്നല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്തേക്ക്, അതായത് ബാത്റൂമിൽ അടിവശത്തേക്ക് അത് ഈ ഫുള്ളായിട്ട് ക്ലോസറ്റ് ഭിത്തിമേക്ക് അടുക്കില്ല, അടിവശം നിലത്ത് വന്ന് ഇടിക്കും. താഴ്ന്നു പോയി കഴിഞ്ഞാൽ, പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓവറായിട്ട് 18 ഇഞ്ചിന് മുകളിലേക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിലത്ത് കാല് മുട്ടില്ല. അതായത് നമ്മൾ മുട്ട് വളച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാൽപാദം ടൈലിൽ മുട്ടി വേണം, നമ്മൾ മുട്ട് വളച്ചായിട്ട് ഇരുന്നാൽ മാത്രമേ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് വളയില്ല, താഴെ നമ്മൾ മുട്ട്, അതായത് ഫുൾ ക്ലോസറ്റിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥ വരും, താഴെ കാലെത്താത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തെറ്റിപ്പോവും. അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലും നമുക്ക് ഇത് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I